ഗായ്സ്, ഇന്നലെ നിങ്ങൾ സുരേഷ് ജിന്റെ തള്ളു കണ്ടായിരുന്നു? കണ്ടില്ല? കാണിച്ചു. Yes, we saw, Suresh Gopi was acting in a very rude manner with the journalists after they were trying to ask what his opinion was, because earlier minutes before that... റിപ്പോർട്ടറാണ് ഈ ചെറിയൊരു മനുഷ്യൻ. ഈ ചൈനയാണ് രാജാന ബാബു. ഒറ്റ തള്ള പുള്ളി അങ്ങെത്തിപ്പോയി. ബേസിക്കലി പുള്ളി നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിടാൻ സഹായിക്കുന്നുണ്ട്. പക്ഷെ ചില സമയം വികാരം അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ വേറൊരു സംഭവമുണ്ട്, അതുകൊണ്ട് കാണിച്ചു തരാം. അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക. ഞാനിതൊരു വിശുദ്ധ, നിങ്ങൾക്ക് ഇതിൻ്റെ വിശുദ്ധി അറിയില്ലേ? ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ? ചോദിക്കൂ. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. അതായത് നമ്മൾ എലക്ട് ചെയ്ത് വിട്ട ഒരു MP അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത്, ഭക്ഷണം കഴിച്ചായിരുന്നോ, വീട്ടുകാർക്കൊക്കെ സുഖമല്ലേ, മക്കളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലേ, ഓക്കെ. ഇനിയിപ്പോൾ അമ്പലത്തിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ ചോദിക്കണം, നേർച്ചിട്ടായിരുന്നോ, നന്നായിട്ട് പ്രാർത്ഥിച്ചോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇങ്ങനെ ചോദിക്കാവൂ എന്നാണ് പുള്ളി പറയുന്നത്. സാധാരണ നമ്മുടെ വാർഡ് മെമ്പർ പോലും, നമ്മൾ തിരഞ്ഞെടുത്ത വാർഡ് മെമ്പർ പോലും പൊതുവായിട്ടൊരു കാര്യത്തിന് അഭിപ്രായം ചോദിച്ചാൽ അദ്ദേഹം അതിനെപ്പറ്റി പഠിച്ച് പറയും. അത് അയാൾ ഡ്യൂട്ടിയാണ്. കാരണം ഇവരൊക്കെ പൊതുപ്രവർത്തകരല്ലേ. അത് ഇദ്ദേഹം ഒരു സിനിമാ പ്രവർത്തകനാണ്. കൂടാതെ അതിലുപരി ഇപ്പോൾ ഏറ്റവും പരമമായ കാര്യം എന്താ, ഒരു MP ആണ്, ഒരു മന്ത്രി കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തോടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതുപോലെ ആൻസർ അല്ലേ കൊടുക്കേണ്ടത്, അല്ലാതെ പിടിച്ച് തള്ളുക, അതുപോലെ ഞാൻ എവിടുന്ന് വരുന്നു അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കുക, ഇങ്ങനെയൊക്കെ പറയാം. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത് എന്ത് ആറ്റിറ്റ്യൂഡാണ്?